നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ചുമാറ്റി. തീരദേശത്തു നിന്നും നല്ല തേനുണ്ടാക്കാമെന്ന് തെളിയിച്ച് വാടാനപ്പള്ളിയിലെ മികച്ച തേനീച്ച കർഷകനായ PV രാജീവ്. നാട്ടിക പഞ്ചായത്തിലെ മികച്ച കാർഷിക കൂട്ടമായി തെരഞ്ഞെടുത്ത ഗ്രീൻ ഗാർഡൻ കർഷക കൂട്ടായ്മയെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. വാഹനം ഇടിച്ച് വീഴാറായി നിന്നിരുന്ന മരം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇടപെടൽ മൂലം മുറിച്ചുമാറ്റി. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാതയിൽ വലപ്പാട് പഞ്ചായത്തിനരികിലുള്ള മരത്തിലാണ് ലോറി ഇടിച്ചത്. ഇതുമൂലം മരം ഏതു നിമിഷവും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന നിലയിലായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പർ EP അജയഘോഷിന്റെയും അടിയന്തര ഇടപെടൽ മൂലം മരം മുറിച്ചു മാറ്റുകയായിരുന്നു. വാർഡ് മെമ്പർമാരായ KK പ്രഹർഷൻ, BK മണിലാൽ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മനസ്സുവെച്ചാൽ നമ്മുടെ തീരദേശത്തും നല്ല തേനുണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച തേനീച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട തൃത്തല്ലൂർ പണിക്കശ്ശേരി രാജീവ്. ഭൂമിയിലെ ഏറ്റവും പോഷകമൂല്യമുള്ള ഭക്ഷണമായ തേനിനെക്കുറിച്ചും തേനീച്ച പരിപാലനത്തെക്കുറിച്ചും ആർജിച്ചെടുത്ത അറിവുകൾ പകർന്നുകൊടുക്കാനും ഈ കർഷകൻ സദാ സന്നദ്ധനാണ്. ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഇദ്ദേഹം തനിക്ക് ഏറെ ഇഷ്ടമുള്ള കൃഷിയിലേക്ക് തിരിയുന്നത്. 2017 വാടാനപ്പള്ളി കൃഷിഭവന്റെ പ്രോത്സാഹനത്തോടെ പച്ചക്കറി കൃഷിയാണ് ആദ്യം ആരംഭിച്ചത്. കൃഷിക്ക് ഏറ്റവും അനുകൂല ഘടകമായിട്ടുള്ള തേനീച്ച വളർത്തലിൽ തുടർന്നാണ് ആകൃഷ്ടനായത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മുരിങ്ങ, മാവ് ഇവർ പൂക്കുന്ന സമയത്തുള്ള തേൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിന്. അപ്പോൾ ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കൂടുകളെ കൊണ്ട് നമ്മൾ നൈറ്റിലാണ് ഈ തേനീച്ചനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ട്. രാത്രി കാലങ്ങളിൽ ഒരു 7 മണിക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, ഇരുട്ടായതിന് ശേഷം ഇവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വലിയ ഫോറസ്റ്റുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ അത് കൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നീട് എല്ലാ ആഴ്ചകളിലും നമ്മൾ ഹണി കൾട്ടിവേഷൻ ചെയ്യാൻ നമ്മൾ പോകണം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾ ഇയറിലേക്കുള്ള നമുക്ക് തേൻ ലഭിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്കപ്പോൾ ശരിക്കും വരുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ചിലപ്പോൾ അത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ 4 മാസം കൊണ്ടായിരിക്കും ഈ എല്ലാ കേരളത്തിലുള്ള എല്ലാ കർഷകരുടെയും ശരിക്കും പറഞ്ഞാൽ ഹണി സീസൺ കഴിഞ്ഞാൽ മഴക്കാലമായില്ലേ. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ തേനീച്ചകൾക്ക് നമ്മൾ സേഫ് ഏരിയയിൽ മഴ കൊള്ളാതെ കൊണ്ടുവന്ന് വെച്ച് അവരെ സംരക്ഷിക്കണം. വളരെയധികം കുട്ടികളെ സംരക്ഷിക്കണേക്കാളേറെ സംരക്ഷിക്കണം. എത്ര സംരക്ഷിച്ചു കഴിഞ്ഞാലും അവർക്ക് പറ്റാത്ത സീസൺ വന്നു കഴിഞ്ഞാൽ അവരപ്പോൾ ആ കൂട് വെക്കേറ്റ് ചെയ്ത് പോകും. ഒരു കൂട് വെക്കേറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞാൽ നമുക്കിത് മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല. അവരെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടത്. അതാണ് ഒരു തേനീച്ച കർഷകൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക വെല്ലുവിളി എന്ന് പറഞ്ഞത്, ഈച്ച നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ തേനീച്ച കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്നു. 5 കൂടുകളുമായാണ് ആദ്യം തേനീച്ച കൃഷി ആരംഭിച്ചത്. പിന്നീട് ഇത് പടിപടിയായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നാട്ടിലെ സീസൺ കഴിഞ്ഞാൽ കൂടുതൽ തേൻ ലഭ്യതയുള്ള കാടുകളോട് ചേർന്ന പ്രദേശത്തേക്കും കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തേനീച്ച കൂടുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ബീ വാക്സ് തുടങ്ങിയ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും ഇദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. കൂടുകളിൽ നിന്ന് നമുക്ക് അത് ഉരുക്കി നമ്മൾ ഒത്തിരി പ്രോസസ്സിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ. ഇതുപോലെ വാക്സ് ആക്കിയിട്ട് ഈ വാക്സിനെ നമ്മൾ സമം 50 ഗ്രാം വാക്സ് 200 ഗ്രാം വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ബീ വാക്സ് ഉണ്ടാക്കുന്നത്. അത് ഫേഷ്യൽ ക്രീം, കറുത്തപ്പാട്, ചുണ്ട് പൊട്ടൽ, വിണ്ട് പൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രൈ സ്കിൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. നമ്മൾ വാസലിൻ എന്നൊക്കെ പറയുന്നത് അത് പെട്രോളിയം ജെല്ലിയാണ്. ഇത് നിറഞ്ഞ് നാച്ചുറലാണിത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ തേൻ എൻ്റെ എല്ലാ ഇതിലും ഒത്തിരി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ള നമ്മളെ തേൻ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ തേൻ മേടിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മേടിക്കുന്നു.
ആധുനിക കൃഷിരീതികളും ഇദ്ദേഹം തേനീച്ച പരിപാലനത്തിൽ പ്രയോഗിച്ചു വരുന്നു. ഏറെ ഔഷധ ഗുണമുള്ള ചെറുതേൻ ഉൽപ്പാദിപ്പിക്കാനായി ചെറു തേനീച്ചകളെയും ഇദ്ദേഹം വളർത്തുന്നുണ്ട്. രാജീവ് ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ തേൻ വാങ്ങാൻ പതിവായി ആളുകൾ എത്താറുണ്ട്. പച്ചക്കറിക്ക് പുറമെ ഡ്രാഗൺ ഫ്രൂട്ട്, അലങ്കാര പുഷ്പങ്ങൾ എന്നിവയുടെ കൃഷിയും ഇദ്ദേഹം വീട്ടിൽ ചെയ്തു വരുന്നുണ്ട്. നാട്ടിക പഞ്ചായത്തിലെ മികച്ച കാർഷിക കൂട്ടമായി തെരഞ്ഞെടുത്ത നാട്ടിക 4-ാം വാർഡിലെ ഗ്രീൻ ഗാർഡൻ കർഷക കൂട്ടത്തിലെ കർഷകരെ കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ പി വിനു കർഷകരെ ഷാൾ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷയായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, പ്രസാദ് വെള്ളാഞ്ചേരി, രഘുനാഥ് നായരുശ്ശേരി, റാണി പുഷ്പാങ്കദൻ, ജയരാമൻ അണ്ടേഴത്ത്, KR സരള എന്നിവർ പങ്കെടുത്തു. മികച്ച കർഷക കൂട്ടമായ ഗ്രീൻ ഗാർഡനിലെ സരോജിനി പേരോത്ത്, രമണി കൃഷ്ണൻ, ബിന്ദു ബോസ്, ഗീതാഞ്ജലി തറപ്പറമ്പിൽ, പ്രമീള പൂക്കാട്ട് എന്നിവരെയാണ് ആദരിച്ചത്. കർഷക ദിനത്തിൽ ഏറ്റവും നല്ല കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡിന് തിരഞ്ഞെടുത്ത നമ്മുടെ നാട്ടിക 4-ാം വാർഡിലെ സഹോദരിമാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം പലരും പകുതിയിൽ നിർത്തി പോവുകയാണ്. പക്ഷെ ഇവർ അതിൻ്റെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 4-ാം വാർഡിൽ കുറച്ച് സ്ഥലം അവർ തിരഞ്ഞെടുത്തും കൊണ്ട് കരനെൽ കൃഷിയാണ് അതിനുവേണ്ടി അവർ നടത്തുന്നത്. അവിടെ അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മളെല്ലാവരും, അത് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിസരവാസികളൊക്കെ അവർക്ക് ആ സപ്പോർട്ട് കൊടുത്തെങ്കിലേ അവർക്കത് 100 മേനി വിളവ് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. ധീരവിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. KS ബിനോജ് അധ്യക്ഷനായി. TL സന്തോഷ്, PN പ്രൊവിൻഡ്, TR രമേശ്, PC അജയൻ, AM ഗഫൂർ, AK അശോകൻ, VP രഞ്ജിത്ത്, പുഷ്പാങ്കദൻ, ഗീത ടീച്ചർ, PD ഷാനവാസ്, MK സൽമാൻ എന്നിവർ സംസാരിച്ചു. മനുഷ്യരെ ഭൂമിയോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹ്യാവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഈ സമീപകാലത്ത് വരെ, എനിക്ക് ഓർമ്മയിലുള്ള കാലത്ത് വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സമുദായത്തിലാണ് 1863 അയ്യങ്കാളി ജനിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിക്കുകയും വളരുകയും വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒന്നുമില്ലാതെ വളരുകയും ചെയ്തൊരു സാധാരണ മനുഷ്യൻ ആ അന്നത്തെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാവാതെ പൊരുതി നിൽക്കുന്ന പുതിയൊരു തലം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള ജനാധിപത്യ പോരാട്ടങ്ങളുടെ ഒരു പാശ്ചാത്തലം അതിനുണ്ടായിരിക്കാം. കാഞ്ഞാണി ചാവക്കാട് റോഡിൽ മുല്ലശ്ശേരി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് കലുങ്ക് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് വാഹന ഗതാഗതത്തിന് അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഈ വഴിയുള്ള ചെറുവാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതായി വലപ്പാട് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കാഞ്ഞാണി ഭാഗത്തു നിന്ന് വരുന്ന ബസ്, ടിപ്പർ മുതലായ വലിയ വാഹനങ്ങൾ ഒഴികെ മറ്റു ചെറുവാഹനങ്ങൾ മുല്ലശ്ശേരി കുരിശുപള്ളിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വിദ്യാർത്ഥി റോഡ് വഴി മുല്ലശ്ശേരി സെൻറ്ററിൽ പ്രവേശിക്കണം. ചാവക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ തിരിച്ചും ഇതേ വഴി തന്നെ കുരിശുപള്ളിയിലും എത്തണം. പ്രവൃത്തി നടക്കുന്ന സമീപത്തെ ഓവുചാലിൽ നിന്നും വെള്ളം തുടർച്ചയായി റോഡിലേക്കും നിർമ്മാണ സ്ഥലത്തേക്കും ഒഴുകി എത്തുന്നതിനെ തുടർന്ന് രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനാൽ നിർമ്മാണം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ ഭാഗത്ത് ക്വാറി മാലിന്യം ഉപയോഗിച്ച് കുഴികൾ അടച്ചെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെടുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വാടാനപ്പള്ളിയിൽ കച്ചവട സ്ഥാപനത്തിന്റെ മറവിൽ അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയെന്നാരോപിച്ച് വാടാനപ്പള്ളി എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് വെറുതെ വിട്ടു. മദ്യം കൈവശം വെച്ച് ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഏങ്ങണ്ടിയൂർ സ്വദേശിക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555.
പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ബാങ്കിന്റെ വലപ്പാടുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് വിഷ്ണുദാസ് അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ, ബാങ്ക് ഡയറക്ടർമാരായ എ പി ജയരത്നം, ടി കെ രാജു, ബിന്ദു രാജൻ, ടി വി ചന്ദ്രൻ, എ ജി സുഭാഷ്, ഡയറക്ടർ വി പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു. നിങ്ങളെല്ലാവരും എ പ്ലസ് വാങ്ങി മിടുക്കരായി വിദ്യാർത്ഥികളായി അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങിക്കുമ്പോഴും നമ്മുടെ മൂല്യബോധത്തിൽ 1% പോലും കുറയാത്ത മക്കളായി വളരണം എന്ന അർത്ഥമുള്ള വാക്കുകളാണ് വിഷയത്തിൽ ഇവിടെ പറഞ്ഞത്. വളരെ അർത്ഥവത്തായ വാക്കുകൾ. കാരണം 100% മാർക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴും മൂല്യബോധത്തിൽ നമ്മൾ വളരെ പിറകിലായാൽ ആ മാർക്ക് വാങ്ങിച്ച് വിജയിച്ച് അല്ലെങ്കിൽ ജോലിയിൽ എത്തപ്പെട്ടതുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ വീട്ടുകാർക്കോ രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ഒരു ഗുണകരമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് 5% മാർക്ക് കുറഞ്ഞാലും മൂല്യബോധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിങ്ങൾ 100 മാർക്കുള്ള മക്കളായി വേണം പറഞ്ഞു. ഇന്ന് ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന സാമൂഹ്യ അന്തരീക്ഷങ്ങൾ സമയമാണ് ഇപ്പോൾ. നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ എങ്ങനെയോ അതിലേക്കോ കണ്ണുകളുടെ ഭാഗമായി ആ സൽസ്വഭാവത്തിൽ നിന്നും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് നല്ലൊരു ഭാവിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വേറൊരു രീതിയിലേക്ക് അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ഭയപ്പാടോടുകൂടി മാത്രമേ രക്ഷിതാക്കൾക്കും സമൂഹത്തിനും യുവതലമുറയെ നോക്കിക്കാണുവാൻ കഴിയുന്നുള്ളൂ. പേടിയാണ് തൻ്റെ മക്കൾ ഒരു ദുസ്വഭാവവും ഇല്ലാത്ത. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് അദ്ദേഹം നമ്മുടെ ഉദ്ഘാടകൻ അജ്മൽ നമുക്ക് കുറച്ച് നറുക്കെടുക്കും. അടുത്ത മാസത്തെ ആളുകളുടെ നറുക്കെടുക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരും. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി റെസ്ലിംഗ് സംസ്ഥാന ചാമ്പ്യനായ അജ്മൽ ചിറപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീവത്സൻ അന്തിക്കാട്, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു എം, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് കൊടൈക്കനാൽ സ്വദേശി ജോഷി പള്ളിയാറ, നായരങ്ങാടി സ്വദേശി സുമ ബാബു കൊലയാപറമ്പ്, അന്തിക്കാട് സ്വദേശികളായ ഡാനിയൽ ഫ്രാൻസിസ്, പുഷ്പലത കരുവത്ത് എന്നിവരാണ് ജൂലൈ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 4ാമത് ജീവകാരുണ്യ പുരസ്കാരം നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷിന്. അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് സ്നേഹത്തണൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടില്ലാതെ കഷ്ടപ്പെടുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിക്കുവാൻ ബിരിയാണി ചലഞ്ച് പോലെയുള്ള ധനസമാഹരണവും സ്വന്തം ശമ്പളത്തിൽ നിന്നുള്ള സഹായങ്ങളും നൽകിയിട്ടുള്ള ടീച്ചർ സാമൂഹ്യ രംഗത്ത് ഒരു ഉജ്ജ്വല നക്ഷത്രമാണെന്ന് സ്നേഹത്തണൽ ഭാരവാഹികൾ പറഞ്ഞു.
ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ രക്തദാന ക്യാമ്പിന് കൂടുതൽ പങ്കാളിത്തത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഡിഫ്തീരിയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ തെരുവു നാടകങ്ങൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക ആദരത്തിനർഹമായിരുന്നു. മികച്ച നർത്തകി കൂടിയായ ടീച്ചറുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു നൃത്ത ദൃശ്യാവിഷ്കാരം ഈ മാസം 31-ന് പുറത്തിറങ്ങുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളാണ് ശലഭ ജ്യോതിഷിനെ അവാർഡിന് അർഹയാക്കിയത്. സെപ്റ്റംബർ 5-ന് വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന സ്നേഹത്തണൽ 4ാം വാർഷികാഘോഷത്തിൽ വെച്ച് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ വെച്ച് ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പുരസ്കാര സമർപ്പണം നടത്തും. 10,001 രൂപ, പ്രശസ്തി പത്രം, ശില്പം എന്നിവ ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഈ വേദിയിൽ തന്നെ SN ട്രസ്റ്റ് NSS ടീം അംഗങ്ങളായ വിദ്യാർത്ഥികളെയും ആദരിക്കും. കൂടാതെ വാർഷിക പരിപാടികളോടനുബന്ധിച്ച് കിടപ്പ് രോഗികളായ 2 പേർക്ക് വീൽചെയറും നിർധനരായ 100ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ MA സലീം, KC അശോകൻ, PC ഹബ്സത്ത്, രാജൻ പട്ടാട്ട്, ബാബു കുന്നുങ്ങൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ പുരസ്കാരം പൊതുവെ ട്രസ്റ്റിൽ നിന്നും ഒരു അഭിപ്രായം ഉയർന്നത് ഒരു വനിതാ ജീവകാരുണ്യ പ്രവർത്തകയ്ക്ക് കൊടുക്കാം എന്നൊരു അഭിപ്രായം മാനിച്ചുകൊണ്ട് അത് ട്രസ്റ്റിൻ്റെ ജഡ്ജസ് കമ്മിറ്റി ശലഭ ജ്യോതിഷ് അവരെയാണ്, ടീച്ചറാണ്, SN ട്രസ്റ്റിലെ ടീച്ചർ, അവരെയാണ് പരിഗണിച്ചത്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. രക്തം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ലെന്നൊരു അന്ധവിശ്വാസം പറയുന്ന ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്ന അന്ധവിശ്വാസം. ഞങ്ങളൊരു കോളനിയിൽ ഇതുപോലൊരു ക്യാമ്പ് നടത്തുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഞങ്ങളോട് സംശയം ചോദിച്ചൊരു കാര്യമാണ്, രക്തം കൊടുത്താൽ കുട്ടികളുണ്ടാവുമോ എന്നൊരു സംശയം. അത്രയ്ക്ക് ആ ഒരു സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥ അതാണ്. അത് മാറ്റി എടുക്കണമെങ്കിൽ, അത് മാറണമെങ്കിൽ ഇതുപോലെയുള്ള ക്യാമ്പുകൾക്ക് ഒട്ടേറെ പ്രാധാന്യമുണ്ട്. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. മാനേജർ PK പ്രസന്നൻ, പ്രിൻസിപ്പൽ ജയ ബിനി, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ ശ്രീജിനി, EB ഷൈജ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ആഷ്ലി മാത്യു, ഡോക്ടർ മേഘ ലക്ഷ്മി, സയന്റിഫിക് അസിസ്റ്റന്റ് ഷീജ, സ്റ്റാഫ് നഴ്സ് അനിത, സുധ, മനുജ, അമൃത, സുനിൽ, വിപിൻ എന്നിവർ നേതൃത്വം നൽകി. 120 പേർ രക്തദാനത്തിൽ പങ്കാളികളായി. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ രക്തദാനത്തിന് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ മധ്യമേഖല അവാർഡിനും അർഹരായിട്ടുണ്ട്. ചാഴൂർ പഞ്ചായത്ത് 17ാം വാർഡിൽ കുടുംബശ്രീ JLGയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി വിളവെടുപ്പ് നടത്തി. SN റോഡ് പരിസരത്ത് പൂക്കാട്ട് ഡോളി സോമന്റെ സ്ഥലത്താണ് JLG ഗ്രൂപ്പായ ആശീർവാദ് കുടുംബശ്രീയിലെ ഐശ്വര്യ ഗ്രൂപ്പ്, ഉദയം കുടുംബശ്രീയിലെ JLG സമൃദ്ധി ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. ഏതായാലും നിങ്ങളുടെ ഈ വാർഡിൽ ദീപാവസന്തൻ്റെ 17ാം വാർഡിൽ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന JLG ഗ്രൂപ്പിലുണ്ടെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇതുപോലെയുള്ള കൃഷി ചെയ്യുന്ന ആളുകൾ ഉള്ളൂ. നമ്മുടെ പഞ്ചായത്തിനകത്ത് JLG ഗ്രൂപ്പുകൾ കുറച്ച് ഉണ്ട്. അവർ പല സംരംഭങ്ങളുണ്ട്, പലരും പല സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ആ ഒരു നിലവാരത്തിലേക്ക്, എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ആ ഒരു നിലവാരത്തിലേക്ക് വരണം, കൃഷി ചെയ്യണം. അങ്ങനെ ഉൽപ്പാദനം നമുക്ക് നമ്മുടെ മേഖലയ്ക്കകത്ത് പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. വാർഡ് മെമ്പർ ദീപ വസന്തൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ അമൃതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, വാർഡംഗങ്ങളായ ശ്രീരാഗ്, രമ്യ ഗോപിനാഥ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സുധാദേവി പ്രകാശൻ, പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി, JLG കോർഡിനേറ്റർ ധന്യ, CRP ദിവ്യ എന്നിവർ സംസാരിച്ചു. ഐശ്വര്യ JLG പ്രസിഡന്റ് ഷിജി രാജേഷ്, സെക്രട്ടറി സുഷിജ ജോഷി, സമൃദ്ധി JLG പ്രസിഡന്റ് ഹിമ വിനീഷ്, സെക്രട്ടറി ശാലിനി ബാബു എന്നീ 5 പേർ വീതം അടങ്ങുന്ന ഗ്രൂപ്പാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത്. വാർഡില് ഇന്ന് നമ്മുടെ ചെട്ടിമല്ലി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മൾക്ക് 2 JLG ഗ്രൂപ്പിൻ്റെ 5 പേരടങ്ങുന്ന
10 പേരുടെ നേതൃത്വത്തിലാണ് ഈ കൃഷി ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കൃഷി ഓഫീസിൽ നിന്നും 1000 തൈ നൽകുകയും അത് അവരുടെ നേതൃത്വത്തിൽ തന്നെ അവരത് കൊണ്ടുവന്ന് തൈ നട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വളടലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പൂവ് നമുക്ക് ഓണത്തിന് നല്ല രീതിയിൽ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ആക്കിയിട്ടാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചത്. എടത്തിരുത്തി കൊല്ലാറ സെന്ററിന് പടിഞ്ഞാറ് താമസിക്കുന്ന കാരയിൽ പത്മനാഭൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 12 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ചു മാറ്റി. തീരദേശത്തു നിന്നും നല്ല തേനുണ്ടാക്കാമെന്ന് തെളിയിച്ച് വാടാനപ്പള്ളിയിലെ മികച്ച തേനീച്ച കർഷകനായ PV രാജീവ്. നാട്ടിക പഞ്ചായത്തിലെ മികച്ച കാർഷിക കൂട്ടമായി തെരഞ്ഞെടുത്ത ഗ്രീൻ ഗാർഡൻ കർഷക കൂട്ടായ്മയെ ആദരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.